ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ നോക്കുന്നത് സിറ്റി സീമേഴ്സ് പാർട്ട് 9 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 8 ഞാൻ അത് തമ്മിലിട്ടിട്ടില്ല. പക്ഷേ അതിൽ എന്താണ് ഞാൻ പുതിയ കേസ് മേടിച്ചു. പക്ഷേ നത്തിങ് എൽസ് അങ്ങനെ എന്തൊക്കെ മറ്റാണ് ഞാൻ ഇട്ടിരിക്കേണ്ടത്. ഇന്നും ഇപ്പം ഞാൻ കുറേ കാലമായി ഇത് കളിച്ചിട്ട്. കുറേ ദിവസമായി. ഞാൻ അന്ന് ഇപ്പോഴോ കളിച്ചതാണ്. പിന്നെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട്, ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ നോക്കി. പുതിയതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് വാങ്ങിച്ചൊരു കാറുണ്ടല്ലോ, അടിപൊളി കാർ. ഇത് മേടിക്കാം. ഇതല്ല, ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇത് മേടിച്ചിട്ടില്ല, ബൈക്ക് മേടിച്ചിട്ടില്ല. ഇത് മേടിച്ചു, ഇത് മേടിച്ചു, ഇത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഈ ബൈക്കും പിന്നെ ഏതായിരുന്നു, ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് മുകളത്ത് ഇത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ മേടിക്കാം. നമുക്ക് പണ്ടത്തെ കാറ് അത് നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് തൽക്കാലം ഇതിപ്പോൾ എടുക്കാം. ഇതായിരിക്കുള്ളൂ നമ്മുടെ ബൈക്ക്. അപ്പോൾ ഇതിൽ കയറാം. ടേൺ ഓഫ് ആണല്ലോ റേഡിയോ ഒക്കെ. കുഴപ്പമില്ല. നമുക്കിനിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര സ്പീഡ് നോക്കാം. ഇതൊക്കെ ഞാൻ ഓടിക്കാൻ മാറുന്നു കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ഇത് പെട്ടെന്ന് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ബൈക്കിൽ പോകണമെന്ന് ഇടിച്ചിടാം. അങ്ങനെ ഇടിച്ചിട്ട് അവനെന്ത് സംഭവിക്കണം നോക്കാം. പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ താഴേക്ക് വീഴുന്നില്ല കേട്ടോ. അപ്ഡേറ്റ് ഇടിച്ചിടിച്ച് കിടക്കണണ്ട മുട്ടത്തലേൻ ഇപ്പോഴത്തെ ന്യൂജ് മുട്ടത്തലേനാ ബൈക്കൊക്കെ എടുത്തിട്ട് നടക്കും. ഇവനെ നമുക്ക് ബൈക്ക് എടുത്തിട്ട് ഓടിക്കണം. ഇവനെ വേണ്ട. ഇതിലിത്തിരി ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഇല്ല, ഇതിൽ മൊത്തം തോന്നിയുള്ളൂ. അതിന് വീണ്ടും കളിക്കണ്ട, ബോറാവും. എന്റെ ബൈക്ക് ഒരേതൊക്കെ തരും. പക്ഷെ എന്നെ ഞാൻ വിടില്ല കേട്ടോ. പിന്നെ തന്നെ ചെയ്യാം. അങ്ങനെ അവനെ വേണ്ട ശരിയല്ല. ഒന്ന് പോടാ. നാട്ടുകാരോട് എന്നെ പേടിപ്പിക്കാല്ലേ? നാളെ എന്നെ ഇടിച്ചിടുന്നേ. എനിക്ക് എന്ത് സുഖാടാ കിട്ടുന്നത്. ബാക്ക് റിവേഴ്സ്. ഓടി തന്നെ പെട്ടെന്ന്. എൻ്റെ അമ്മോ, ഏത് സീന്. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകണ്ട, നേരെ വളച്ചിട്ട് വീണ്ടും അവൻ എവിടെ നോക്കാം. അവനെ കാണില്ല. അവനോടെ ഒരാളെ കണ്ടില്ലേ? ഉണ്ടാതെ ഓടാ ഹിമക്കരടി. വീണ്ടും എന്തോന്നാണ് കാണിക്കണേ? കിടക്ക്. എന്റെ അമ്മനെ എനിക്ക് കഴിക്കാൻ വയ്യ. നീ വന്നതിനെ പൊക്കിക്കൊണ്ടുപോവാ. അമ്മോ, എനിക്കതിനെ പറ്റണില്ല. എനിക്ക് തടി കുറയ്ക്കണമെന്നൊക്കെ ഉണ്ട്. ഞാൻ സൈക്കിൾ ഓടിക്കൂടെ, എന്തിനാ വെറുതെ ബൈക്ക് ഓടിക്കണേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവിന് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അക്സെപ്റ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവനെ ഒന്നും കൂടി ഇവൻ്റെ മെത്ത് കൂടെ കയറ്റാൻ പറ്റുമോ നോക്കാം. വണ്ടിയിൽ വന്നിടിച്ചിട്ട് പോവാ. ഇനി നമുക്ക് പഴയ കാറിന് മേടിക്കാം കേട്ടോ. നമുക്കിതിൽ പോയിട്ട് ഇനി താഴേക്ക് പോയതാ. നമുക്കിനി ഫസ്റ്റ് എടുത്ത കാറില്ലേ, ഇതൊന്നും കൂടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. കുറേ നാളായി ഇതെടുത്തത്, അതുകൊണ്ട് ഒന്ന് ഓടിച്ച്. അയ്യോ അവനെ ഇടിച്ചു നോക്കും. ഞാൻ പ്രേതായ വണ്ടിയുടെ മുമ്പിൽ കൂടെ ഓടുന്നത്. പിന്നെ വണ്ടിയുടെ മുകളിൽ കൂടെ ഞാൻ ചവിട്ടി പോട്ടെ.
ഇനി നമുക്ക് ഇത്തിരി റൈഡ് പോയിട്ട് വരാം. അവിടെ നിൽക്കണ പോലീസേ, നമുക്കത് ഇവിടെ അയ്യോ. ഓ സസ്പെൻഷൻ കണ്ട അതോ നോക്കൂ അങ്ങോട്ട് മുളക്കി നോക്കും. ഓ ഓ ഓ അതാ, അത് കുഴപ്പമില്ല. നമ്മുടെ വണ്ടി ബിൽഡ് ക്വാളിറ്റി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് അധികമൊന്നും പറ്റില്ല. നോക്ക് പോണു. അതാണ് സസ്പെൻഷൻ. എനിക്കതാണ് ഈ കാറിന് ഇഷ്ടപ്പെട്ടത്. നോക്കണ്ട, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാ വണ്ടികളെയും ഇവൻ വണ്ടി കൊണ്ടുപോകും. ഓ ഏതാ ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ വണ്ടി. ഇങ്ങനെ അടിച്ചിട്ട് വ്യൂ കുറച്ച് കൂടുതലാണ് ഇവരെല്ലാ പവേഴ്സും. അതാണ് അതിൻ്റെ ഞാനവിടെ കിടക്കുന്നു. ഒരു വീഡിയോ പുറത്ത് എത്താറായി. അപ്പോഴേക്കും ബ്രേക്ക് ഓടിച്ചു. അത് ബ്രേക്കിൻ്റെ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി വളഞ്ഞു സ്റ്റിയറിംഗിൻ്റെ പവർ ഇവനെ കൊണ്ട് വീണ്ടും അടിയിലൊരു ബൈക്കാ കിടക്കണേ. പോലീസായിരുന്നു നന്നായിട്ട് ചെയ്യുന്നത്. ഇതിന് പക്ഷെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് മുമ്പിലിടിക്കാൻ പറ്റുമോ? അത് പറ്റില്ല, എന്നാലും മാന്യത വേണ്ടത്. അയ്യോ അതെല്ലാം അടിച്ച് കർപ്പിച്ചു. ഇനിയിപ്പോൾ അതിന് മുകളിൽ കയറും. പറ്റും. ഓ നോ പെട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ ഞാനവിടെ ഇട്ട വണ്ടി പെട്ടു. അതുകൊണ്ട് ഞാൻ പുതിയ വണ്ടി മേടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും സ്പീഡിലുള്ള വണ്ടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുത്തനെ അവിടെ വെള്ളത്തേക്ക് തള്ളിയിട്ടു. പിന്നെ അടുത്തവനെ തള്ളിയിടാൻ നോക്കി പെട്ടോ. ഇല്ല ഇനി അടുത്തവനെ നമ്മളിതാ അവിടേക്ക് തള്ളിയിട്ടു. അയ്യോ പോയി വണ്ടി പോയി. അപ്പോൾ ഞാനിനി മേടിക്കുന്ന കാറോ ബൈക്ക് എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നോക്കി പോവാം. കര കണ്ടുപിടിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, അടുത്ത വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് താൽക്കാലിക വണ്ടി മാത്രമാണ്. നമ്മളത് ശരിക്കും വേറൊരു വണ്ടി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അടുത്ത വണ്ടി ഇനിയാണെന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എടുക്കാം. എന്തെങ്കിലുമൊക്കെ കൂടെ സിറ്റിക്ക് തന്നെ പോവാം. എന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ് മറ്റേ വണ്ടി കിടക്കുന്നത്. ഇനി അവിടെ വെച്ചിട്ട് വീണ്ടും അത് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ വണ്ടി ഓർഡർ ചെയ്തുകൊണ്ട് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോകും. ഞാനിതാക്കി അവനെന്തിനും ഉള്ളു. നമുക്ക് ഞാൻ എന്ത് മലയ്ക്ക് കയറി പോണേ. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഓർഡർ ആക്കിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എടുത്തു ഈ വണ്ടി. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കാം. പക്ഷേ ഈ വണ്ടി ലുക്കിൽ കുറവാണെങ്കിലും സ്പീഡും ടോർക്കും അടിപൊളിയാണ് കേട്ടോ. നല്ല പവർ, അടിപൊളി സാധനമാണ് ഈ കാറ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാർ മേടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയിട്ട കാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതിന് മേടിക്കണം. കാരണം ഇത് അടിപൊളി കാറാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവരതുകൊണ്ടാവും ചിലപ്പോൾ ഇവർ ഇങ്ങനത്തെ ഈ കാറൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വെള്ളത്തേക്ക് ആൾക്കാരെ ഇടിച്ചിടുമ്പോൾ വേണ്ട. അങ്ങനെ ശരിക്കും മുന്നേ തന്നെ ബ്രേക്ക് പിടിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി നിൽക്കില്ല. അങ്ങനെ പോയിട്ട് അവർ ഇടിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ നിൽക്കും. പക്ഷേ ഈ പവറുള്ള വണ്ടിയൊക്കെ അങ്ങനെയാണ് നമ്മൾ വർക്കാവുക. വണ്ടിക്ക് അങ്ങനെ അവിടെ പിടിച്ച് ബ്രേക്ക് വേണ്ട. അങ്ങനെ നമ്മൾ ഇടിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആൾക്കാരൊക്കെ കൊല്ലുന്നത്. ഇതിനിപ്പോൾ അപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ ലക്ക് ഉള്ളതുകൊണ്ട് ആ വെള്ളത്തേക്ക് പോകും. ബുദ്ധി ഉണ്ടില്ലേ അപ്പോൾ ഇവന്മാർക്കൊക്കെ. അത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്വയം നമ്മളിങ്ങനെ എന്താണ് ഇവന്മാരൊക്കെ ചെയ്യേണ്ടത്. ഞാൻ അവൻ അവിടേക്ക് എത്തി നടന്നിട്ട് എടാ നീ പോകുന്നില്ലേ നടക്കാൻ തുടങ്ങിക്കോ, വേഗം നടക്കാൻ തുടങ്ങിക്കോ, എന്നാലേ അവൻ്റെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. അതെന്താ അവിടെ അവിടേക്ക് എത്താൻ തുടങ്ങി നടന്നിട്ട്.
അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, സീ യു.